ഈ സെഷനിൽ സോളാർ PV പാനൽ 15 വാട്ട്സ്, ചാർജ് കൺട്രോളർ 6 വാട്ട് 5 ആംപിയർ, വേരിയബിൾ ഇല്ലുമിനേഷനുള്ള ഔട്ട്പുട്ട് കൺട്രോൾ സർക്യൂട്ട്, റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി 6 വാട്ട് 7 ആംപിയർ പെർ അവർ, DC LED ലാമ്പ് 5 വാട്ട്സ് എന്നിവ ഉപയോഗിച്ച് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ലാൻഡേൺ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിക്കും. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് സോളാർ ലാൻഡേൺ എന്താണെന്ന് അറിയാനും ഒരു സോളാർ ലാൻഡേണിൻ്റെ കോമ്പണൻറ്റുകൾ ലിസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനും സോളാർ ലാൻഡേൺ നിർമ്മിക്കുന്നതിനുള്ള കോമ്പണൻറ്റുകൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സഹായകരമാകും. സോളാർ ലാൻഡേൺ, സോളാർ ലൈറ്റ് അല്ലെങ്കിൽ സോളാർ ലാമ്പ് എന്നും ഇതറിയപ്പെടുന്നു. കയ്യിൽ പിടിച്ചു നടക്കാൻ പാകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റിംഗ് സിസ്റ്റമാണിത്. ഇൻബിൽറ്റ് സോളാർ പാനലുള്ളത് വളരെ സൗകര്യപ്രദമാണ്. ഇത് സ്റ്റഡി ലാമ്പുകളായും റൂം ലൈറ്റുകളായും മാത്രമല്ല, സോളാർ ലാമ്പ് പോസ്റ്റ് ലൈറ്റുകൾ, തൂക്കിയിടുന്ന സോളാർ ലൈറ്റുകൾ എന്നിങ്ങനെ മറ്റു പല വേരിയന്റുകളായും ലഭ്യമാണ്. വീടുകൾ ഒരുക്കുന്ന സമയത്ത് സോളാർ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ആണെങ്കിൽ ഈ ലാമ്പുകൾ വീടിന്റെയോ ഏതെങ്കിലും താമസ സ്ഥലത്തിന്റെയോ മോടി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പൂന്തോട്ടങ്ങൾക്ക് ഒരു മിഷൻ തീം നൽകുന്നതിനോ അല്ലെങ്കിൽ നടപ്പാതകളും യാർഡുകളും സുന്ദരമാക്കാനോ സോളാർ ലാമ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. മിക്ക സോളാർ ലാമ്പ് പോസ്റ്റുകളും വിവിധ ആകൃതിയിലും ശൈലികളിലും സ്റ്റൈലിഷ് മെറ്റീരിയലുകളും ഉപയോഗിച്ച് മോടി പിടിപ്പിക്കുന്നതാണ്. പൂന്തോട്ടത്തിനോ നടുമുറ്റത്തിനോ നടപ്പാതയ്ക്കോ വേണ്ടി സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ലൈറ്റുകളുള്ള നിരവധി ബ്രാൻഡുകളുടെ സോളാർ ലാമ്പ് പോസ്റ്റ് ഡിസൈനുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ സോളാർ ലാമ്പുകൾ വളരെ സാധാരണമായും കാണപ്പെടുന്നുണ്ട്. ഇന്റീരിയർ ലൈറ്റിംഗിനും ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിംഗിനും മോടി കൂട്ടുന്നവയാണ് സോളാർ ഗാർഡൻ ലൈറ്റുകൾ. അതേസമയം സോളാർ ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ലൈറ്റുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഈട് നിൽക്കുന്നതിനും അവ ശരിയായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും വേണം. ഔട്ട്ഡോർ സോളാർ ലാൻഡ്സ്കേപ്പ് ലൈറ്റുകൾ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഇവ ഈട് നിൽക്കും. ഉയർന്ന നിലവാരമുള്ള സോളാർ ലൈറ്റ് ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നതും ഇവിടെ പ്രധാനമാണ്. സോളാർ ഫോട്ടോ വോൾട്ടൈക് അല്ലെങ്കിൽ SPV പാനൽ, ചാർജ് കൺട്രോളർ, വേരിയബിൾ ഇല്ലുമിനേഷനുള്ള ഔട്ട്പുട്ട് കൺട്രോൾ സർക്യൂട്ട്, റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി, LED ലാമ്പ് എന്നിവ ചേർന്നതാണ് സോളാർ ലാൻഡേൺ അഥവാ സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന റാന്തൽ. SPV പാനലിലൂടെ ചാർജ് ചെയ്യുന്ന ബാറ്ററികളിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റിയിലാണ് റാന്തലുകൾ പ്രവർത്തിക്കുന്നത്. ലാൻഡേണുകൾ പോലെയുള്ള ഗാർഹിക ഉൽപ്പന്നങ്ങൾക്ക് DC ലോഡുകൾക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള SPV സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നു. DC കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിലോ മാഗ്നിറ്റ്യൂഡിലോ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അഥവാ സ്വിച്ച് ഓൺ ചെയ്യുന്ന നിമിഷം മുതൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന നിമിഷം വരെ അത് അതേ മാഗ്നിറ്റ്യൂഡിൽ തുടരുന്നു. വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി മാറുന്നില്ല. സോളാർ ചാർജ് കൺട്രോളർ ചില മേജർ ഫംഗ്ഷനുകൾ ചെയ്യുന്നു. ബാറ്ററി ചാർജ് ചെയ്യുന്നത്, ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യപ്പെടുമ്പോൾ ഇൻഡിക്കേഷൻ നൽകുന്നത്, ലോഡ് കണക്ട് ചെയ്യുകയോ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യുന്നത്, ബാറ്ററി വോൾട്ടേജ് നിരീക്ഷിക്കുന്നത്, വോൾട്ടേജ് കുറഞ്ഞാൽ ലോഡ് ഡിസ്കണക്ട് ചെയ്യുന്നത് തുടങ്ങിയവ ഇതിൽപ്പെടും. ഇത് കൂടാതെ സോളാർ പാനലിന്റെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുകയോ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യുകയും ബാറ്ററിയെ അമിതമായി ചാർജ് ചെയ്യലിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ബാറ്ററിയെ ഡീപ്പ് ഡിസ്ചാർജിൽ നിന്ന് തടയുന്നതും റിവേഴ്സ് കറന്റ് ഫ്ലോയും ബ്ലോക്കും നിരീക്ഷിക്കുന്നതും സോളാർ ചാർജ് കൺട്രോളറിന്റെ കടമകളാണ്. LED ലാമ്പുകൾ കുറഞ്ഞ ഇലക്ട്രിസിറ്റി മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതിനാൽ ചെറിയ ഗാർഹിക ലാമ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇവ. LEDകളുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ റേറ്റ് വളരെ കുറവായതിനാൽ ലാമ്പുകൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന SPV മൊഡ്യൂളുകളുടെ പവർ റേറ്റിംഗ് കുറവാണ്. സാധാരണയായി വ്യത്യസ്ത നിറങ്ങളിൽ LED ലാമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വെളുത്ത നിറമുള്ള LED ലാമ്പുകളാണ് ഒരു സോളാർ ലാൻഡേണിന് ഏറ്റവും അനുയോജ്യം. ഒരു സോളാർ സെൽ അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടൈക് സെൽ എന്നത് എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഫോട്ടോ വോൾട്ടൈക് ഇഫക്റ്റ് എന്ന പ്രോസസ്സിലൂടെ സോളാർ എനർജിയെ ഉപയോഗപ്രദമായ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുകയാണ് ഫോട്ടോ വോൾട്ടൈക് അഥവാ PV സെല്ലിന്റെ ധർമ്മം. ഇലക്ട്രിക് കറന്റ് സൃഷ്ടിക്കുന്നതിനായി സൂര്യനിൽ നിന്നും വരുന്ന ഫോട്ടോണുകളുമായി സമ്പർക്കം പുലർത്തുന്ന സെമി കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്ന വിവിധതരം PV സെല്ലുകളുണ്ട്. ഒരു PV സെല്ലിൽ പല ലെയറുകളിലുള്ള മെറ്റീരിയലുകൾ അടങ്ങിയിരിക്കുന്നു. ഓരോന്നിനും പ്രത്യേക ഉദ്ദേശ്യങ്ങളുണ്ട്. ഒരു PV സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലെയർ പ്രത്യേകമായി കൈകാര്യം ചെയ്ത സെമി കണ്ടക്ടർ ലെയറാണ്.
ഇതിൽ 2 വ്യത്യസ്ത ലെയറുകൾ ഉൾക്കൊള്ളുന്നു. പി ടൈപ്പ്, എൻ ടൈപ്പ് എന്നിവയാണ് ഇവ. ഇതാണ് യഥാർത്ഥത്തിൽ ഫോട്ടോവോൾട്ടൈക് എഫക്റ്റിലൂടെ സോളാർ എനർജിയെ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്നത്. PV സെൽ എന്നത് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിന്റെ ഒരു രൂപമാണ്. ഇതിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്കുകൾ കറണ്ട്, വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നിവയിൽ ലൈറ്റ് പതിക്കുമ്പോഴാണ് വ്യത്യാസങ്ങൾ വരുത്തുന്നത്. ഈ സെല്ലിന് ലൈറ്റുമായി സമ്പർക്കം വരുമ്പോൾ ഏതെങ്കിലും എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സുമായി അറ്റാച്ച് ചെയ്യാതെ തന്നെ ഒരു ഇലക്ട്രിക് കറണ്ട് സൃഷ്ടിക്കാൻ കഴിയും. ഈ രീതി സോളാർ എനർജിയെ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്നു. ഫോട്ടോവോൾട്ടൈക് എഫക്റ്റിലൂടെ ഒരു സോളാർ ലാന്റേണിലെ സോളാർ ഫോട്ടോവോൾട്ടൈക് മൊഡ്യൂൾ സൺലൈറ്റിൽ നിന്ന് എനർജി സ്വീകരിക്കുകയും ആ സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുകയും ചെയ്യുന്നു. സോളാർ പാനലിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി പകൽ സമയത്ത് ഒരു ചാർജ് കൺട്രോളർ വഴി റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയിൽ നിന്നുള്ള ഈ പവർ ഉപയോഗിച്ചാണ് സോളാർ ലാമ്പുകൾ പ്രവർത്തിക്കുന്നത്. രാത്രിയിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ലാന്റേണിനുള്ളിലെ LED ലാമ്പിനെ പ്രകാശിക്കാനുള്ള എനർജി നൽകുന്നു. ഒരു സോളാർ ലാന്റേൺ അസംബിൾ ചെയ്യുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആവശ്യമായ സ്റ്റെപ്പുകൾ നോക്കാം. സോളാർ PV പാനൽ 15 വാട്ട്സ്, ചാർജ് കൺട്രോളർ 6 വാട്ട് 5 ആംപിയർ, വേരിയബിൾ ലൈറ്റിനുള്ള ഔട്ട്പുട്ട് കൺട്രോൾ, സർക്യൂട്ട് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി 6 വാട്ട് 7 ആംപിയർ അവേഴ്സ്, DC LED ലാമ്പ് 5 വാട്ട്സ്, ഒരു ലാന്റേൺ അസംബ്ലി കിറ്റ് തുടങ്ങിയ സോളാർ ലാന്റേൺ അസംബിൾ ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആവശ്യമായ ടൂളുകൾ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുക. ആദ്യം ഹോൾഡറിൽ LED ബൾബ് ഫിക്സ് ചെയ്യുക. ലാന്റേണിന്റെ ടോപ്പ് കവറിൽ LED ലാമ്പ് ഹോൾഡർ അസംബിൾ ചെയ്യുക. അടുത്തതായി വയറിന്റെ ഒരു അറ്റം ബൾബ് ഹോൾഡറിലേക്കും മറ്റേ അറ്റം വേരിയബിൾ ലൈറ്റിനായുള്ള ഔട്ട്പുട്ട് കൺട്രോൾ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിലേക്കും കണക്ട് ചെയ്യുക. ശേഷം റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയും ഔട്ട്പുട്ട് കൺട്രോൾ സർക്യൂട്ടും ചാർജ് കൺട്രോളിലെ റിലേറ്റഡ് ടെർമിനൽ പോയിന്റുകളിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ലാന്റേണിന്റെ താഴത്തെ ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യുക. ചാർജ് കൺട്രോളറും ഔട്ട്പുട്ട് കൺട്രോൾ സർക്യൂട്ടും ബോർഡും ഫിക്സ് ചെയ്യുക. എല്ലാം ശരിയായി ഫിക്സ് ചെയ്ത ശേഷം സോളാർ പാനൽ സൂര്യപ്രകാശത്തിൽ വയ്ക്കുക. ലാന്റേൺ അസംബ്ലി കിറ്റ് പരിശോധിച്ച് ഒബ്സർവേഷനുകൾ രേഖപ്പെടുത്തുക. സോളാർ PV പാനൽ 15 വാട്ട്സ്, ചാർജ് കൺട്രോളർ 6 വാട്ട് 5 ആംപിയർ, വേരിയബിൾ ഇലിമിനേഷനുള്ള ഔട്ട്പുട്ട് കൺട്രോളർ സർക്യൂട്ട്, റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി 6 വാട്ട് 7 ആംപിയർ പെർ അവർ, DC LED ലാമ്പ് 5 വാട്ട്സ് എന്നിവ ഉപയോഗിച്ച് എങ്ങനെ സോളാർ ലാന്റേൺ നിർമ്മിക്കാമെന്ന് വിഷയത്തെക്കുറിച്ച് നമ്മൾ ഈ സെഷനിൽ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സോളാർ ലാന്റേൺ എന്താണെന്ന് അറിയാനും ഒരു സോളാർ ലാന്റേണിൻ്റെ കോമ്പണന്റുകൾ ലിസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനും കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഈ സെഷനിലൂടെ സോളാർ ലാന്റേൺ നിർമ്മിക്കുന്നതിനുള്ള സ്റ്റെപ്പുകളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു.